തൃശൂർ കോർപ്പറേഷനിൽ വമ്പിച്ച വിജയം നേടിയിരിക്കുന്നു. UDF. തൃശൂരിന്റെ ആകെ ചിത്രമെടുത്താൽ തൃശൂരിൽ 44 പഞ്ചായത്തുകളിൽ LDF-ഉം 23 പഞ്ചായത്തുകളിൽ UDF-ഉം ലീഡ് ചെയ്യുകയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് LDF-ന് കുറച്ച് ആശ്വാസിക്കാവുന്ന ഫലമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. 11 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ LDF, 4 UDF എന്നുള്ള നില കോർപ്പറേഷന്റെ കാര്യങ്ങൾ വരുന്നു. ഇവിടെ നമുക്ക് തൃശ്ശൂരിന്റെ ഒരു സമഗ്ര ചിത്രം പരിശോധിച്ചാൽ ലിഷോയ് ഉണ്ട്. ലിഷോയ്, ചാലക്കുടി UDF ലീഡ് ചെയ്യുന്നു, ചാവക്കാട് ഗുരുവായൂർ LDF, ഇരിഞ്ഞാലക്കുട UDF, കൊടുങ്ങല്ലൂർ LDF, കുന്നംകുളം LDF, തൃശ്ശൂർ കോർപ്പറേഷൻ UDF, വടക്കാഞ്ചേരി LDF. LDF-ന് എനിക്ക് തോന്നുന്നു മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറച്ചൊന്ന് ഫെയർ ആയ പെർഫോമൻസ് നടത്താൻ പറ്റിയ സ്ഥലം തൃശ്ശൂരാണെന്ന് തോന്നുന്നു. തീർച്ചയായും LDF-ന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരിടമായിരുന്നു തൃശ്ശൂർ എന്ന് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അത്ര ഫെയർ ആണെന്ന് നമുക്ക് ഒരുപക്ഷെ പറയാൻ സാധിക്കില്ല. കാരണം 3 നഗരസഭകളിലാണ് നിലവിൽ LDF-ന് ലീഡ് ചെയ്യാനായി കഴിയുന്നത്. എനിക്ക് ഇപ്പോൾ LDF തൃശ്ശൂർ കോർപ്പറേഷനിൽ ഈ വലിയ ഒരു മുന്നേറ്റം UDF-ന് ലഭിച്ചതോടുകൂടി UDF ഇവിടെ വിജയാഹ്ലാദം ആരംഭിച്ചു കഴിഞ്ഞു. 34 സീറ്റുകളിലാണ് നിലവിൽ UDF വിജയിച്ച് നിൽക്കുന്നത്. 11 ഇടത്ത് മാത്രമാണ് LDF-ന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് പുറമെ 2 LDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചിട്ടുണ്ട്. അതായത് 34 UDF വിജയിച്ചപ്പോൾ 13 LDF-ന് വിജയിക്കാൻ കഴിഞ്ഞത്. സുരേഷ് ഗോപി വലിയ മുന്നേറ്റം കാഴ്ചവെച്ച സ്ഥലത്ത് പക്ഷേ NDAക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ 6 സീറ്റാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അത് 8 ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു തരത്തിലുള്ള മുന്നേറ്റവും നടത്താനായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നേറ്റം വലിയൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ കേവല ഭൂരിപക്ഷത്തിന് പുറത്തുള്ള പ്രകടനം കോൺഗ്രസിന് അവിടെ തൃശൂർ കോർപ്പറേഷനിൽ നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടയിലും തൃശൂർ കോർപ്പറേഷനിലുമാണ് UDF-ന് മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നത്. ചാവക്കാടും ഗുരുവായൂരും കൊടുങ്ങല്ലൂരും കുന്നംകുളത്തും വടക്കാഞ്ചേരിയിലും LDF ആണ്.